അസ്സലാമു അലൈക്കും. ഞാൻ സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ആദ്യം തഹജ്ജുദ് നിസ്കാരം പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് ളുഹാ നിസ്കാരം പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് തസ്ബീഹ് നിസ്കാരം പഠിപ്പിച്ചു. ഇനി പഠിപ്പിക്കാൻ പോകുന്നത് തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ചാണ്. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. വിത്തർ ഉൾപ്പെടെ 23 റക്അത്താണ്. റമളാൻ മാസത്തിലാണ് തറാവീഹ് നിസ്കാരം നിസ്കരിക്കേണ്ടത്. ഇശായ്ക്ക് ശേഷമാണ് അതിൻ്റെ സമയം. ഇശായ്ക്ക് ശേഷമാണ് എല്ലാവരും തറാവീഹ് നിസ്കരിക്കുന്നത്. നിസ്കാരം ഈ രണ്ട് റക്അത്തായി വേണം നിസ്കരിക്കാൻ. അതിൻ്റെ നിയ്യത്ത് ആദ്യം അറബിയിൽ പറയാം. ഉസല്ലി ലില്ലാഹി തആല ഉസല്ലി സുന്നത്തി തറാവീഹി റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ കഅബത്തി അദാൻ ലില്ലാഹി തആല മഅൽ ഇമാമ. ആദരവാക്കപ്പെട്ട തറാവീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ ഇമാമിനോടൊപ്പം ആയി നിസ്കരിക്കുന്നു. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക, വജ്ഹത്ത് ഓതുക. വജ്ഹത്തിന് ശേഷം ഫാത്തിഹ ഓതുക, സൂറത്ത് ഫീൽ ഓതുക. അങ്ങനെ സൂറത്തുൽ ഫീൽ ഓതിയതിന് ശേഷം റുക്കൂ ചെയ്യുക. അത് കഴിഞ്ഞ് സുജൂദിലേക്ക് പോവുക, ഇടയിലിരിക്കുക. 2ാമത്തെ റക്അത്തിലേക്ക് പോവുക. 2ാമത്തെ റക്അത്തിൽ ഖുറൈശാണ് ഓതേണ്ടത്. അതിനുശേഷം അത്തഹിയാത്ത് പകുതി ഓതിയാൽ മതി. പകുതി ഓതി സലാം വീട്ടുക. ഇബ്രാഹിമിയ സലാത്ത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അങ്ങനെ 10 റക്അത്തിൽ സൂറത്തുൽ ഫീൽ മുതൽ നാസ് വരെയാണ് 10 സൂറത്ത്. ആ 10 സൂറത്ത് ആദ്യത്തെ 10 റക്അത്തിൽ ഓതുക. 10ാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഫുൾ ഓതി സലാം വീട്ടുക. അതിനുശേഷം വീണ്ടും ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കുമ്പോൾ ഫീൽ സൂറത്ത് മുതൽ നാസ് വരെ വീണ്ടും 2ാമത്തെ സെക്ഷനിലെ 10 സൂറത്ത് ഓതി 10 റക്അത്ത് പൂർത്തിയാക്കുക. 10ാമത്തെ അതായത് 20ാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഫുൾ ഓതി സലാം വീട്ടുക. അതിനുശേഷമാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി ലില്ലാഹി തആല ഉസല്ലി സുന്നത്തിൽ വിത്ർ റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ കഅബത്തി അദാൻ ലില്ലാഹി തആല മഅൽ ഇമാമ. ആദരവാക്കപ്പെട്ട വിത്ർ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ ആയി ഇമാമോടൊപ്പം നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുക, വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബി ഇസ്മ റബ്ബിക്കൽ അഅ്ലാ സൂറത്തുൽ അഅ്ലാ ഓതുക. അതിനുശേഷം റുക്കൂയിലേക്ക് പോവുക, സുജൂദിലേക്ക് പോവുക, ഇടയിലിരിക്കുക. 2ാമത്തെ റക്അത്തിലേക്ക് പോവുക. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനെയാണ് ഓതേണ്ടത്. സൂറത്തുൽ കാഫിറൂന ഓതി അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ 2ാമത്തെ റക്അത്ത് പൂർത്തിയാക്കുക. അത്തഹിയാത്ത് പകുതി ഓതുക, സലാം വീട്ടുക. ഇനി വിത്തറിൻ്റെ 3ാമത്തെ റക്അത്തിലേക്ക് കിടക്കുകയാണ്. ആദരവാക്കപ്പെട്ട വിത്ർ നിസ്കാരം 1 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഖുൽ ഹുവല്ലാഹ്, ഫലക്ക്, നാസ് 3 സൂറത്ത് ഓതുക. അതിനുശേഷം അത്തഹിയാത്ത് ഫുൾ ഓതി സലാം വീട്ടുക. 15 ദിവസം അതായത് റമളാൻ്റെ 15ാമത്തെ ദിവസം മുതൽ കുനൂത്ത് വേണം. കുനൂത്ത് ഓതണം. അത് വിത്തറിൻ്റെ 3ാമത്തെ റക്അത്തിലാണ് കുനൂത്ത് ഓതേണ്ടത്. എല്ലാവരും നിസ്കരിക്കണം. ഇനി റമളാൻ മാസത്തിൽ എന്തെല്ലാം പ്രത്യേകമായി ചെയ്യണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും കൂടുതൽ വീഡിയോ ഇടുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.